അസാമിൽ ഒരു യുണൈറ്റഡ് ഫ്രണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അവിടെ കൃത്യമായിട്ടുള്ള ഒരു സഖ്യം ചേർന്നുകൊണ്ട് ഇടതുപക്ഷത്തിനെ കൂടി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് അവിടെ മുന്നണി പോരാട്ടം നടത്തുകയാണ്. അവിടെ ആകെ AIUDF മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം മാറ്റി നിർത്തിയിരിക്കുന്ന. കാരണം അവരുടെ രീതി എന്നത് തീവ്ര വലതുപക്ഷ നിലപാടാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്. ഇതിനിടയിൽ ഹിമന്ത് ബിശ്വ ശർമ്മ പലയിടത്തും സന്ദർശനം നടത്തവേ അദ്ദേഹം മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ വലിയ വിവാദ പ്രസംഗമാണ് അഴിച്ചുവിടുന്നത്. നിങ്ങൾ BJP-യിലേക്ക് ചേർന്നില്ല എന്നുണ്ടെങ്കിൽ, BJP-ക്ക് അനുകൂലമായി വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിലും ആനുകൂല്യങ്ങൾ ഇല്ലാതാകും, നിങ്ങളുടെ സ്ഥലത്ത് വികസനം എത്താതാകും, നിങ്ങൾക്ക് അടിസ്ഥാന സൗകര്യം എന്നത് ലഭിക്കാത്ത ഒരു കിട്ടാക്കനിയായി മാറും. ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തിയിട്ടും ആളുകളെ ദ്രോഹിക്കുമെന്ന് പറഞ്ഞിട്ടും ഒരു രീതിയിലും ഹിമന്തിനെതിരെ ഒരു തിരിച്ചടി ഉണ്ടാകുന്നില്ല. ഗൗരവ് ഗൊഗോയ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും ഉശിരുള്ള നേതാവാണ് അസാമിൽ നിന്ന്. ഹിമന്ത് ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഗൗരവിനെയാണ്. ഗൗരവ് ഗൊഗോയിയെ നാടുകടത്താൻ ഹിമന്ത് ആവുന്നത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഹിമന്ത് പറയുന്നത് ഗൗരവ് വിവാഹം കഴിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നിന്നും ഒരു വനിതയാണ്, ഗൗരവിന്റെ പൗരത്വം നിഷേധിക്കണം, അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഗൗരവിന്റെ പിതാവിന്റെ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു ഹിമന്ത് ബിശ്വ ശർമ്മ. കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് നിരവധി ആളുകൾ പോയതിന്റെ കൂട്ടത്തിൽ പോയി BJP-യിൽ ഏറ്റവും വർഗീയ വിഷം ചീന്തി ഒന്നാമനാകാൻ വേണ്ടി വടക്കിഴക്കൻ മേഖലയിൽ താനാണ് അധിപൻ എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. നമുക്കറിയാം ആസാമിലെ പ്രഥമ BJP മുഖ്യമന്ത്രി എന്നത് സർബാനന്ദ സോനോവാളാണ്. സോനോവാളിനെ ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല. നിലവിൽ ലോക്സഭയിലേക്ക് പോയി എന്നുള്ളത് ഒഴിച്ചാൽ അസാമിലെ തെരുവോരങ്ങളിൽ ഹിമന്ത് നടത്തുന്ന ഈ കുടിപ്പകയുടെ രാഷ്ട്രീയമാണ് അവിടെ വോട്ടായി മാറുന്നത് എന്നാണ് BJP ധരിച്ചു വെച്ചിരിക്കുന്നത്. അസാമിൽ മുന്നണി മാറ്റം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടായിട്ട് അവിടെ വോട്ടേഴ്സ് ലിസ്റ്റിലെ തിരിമറിയിലൂടെ ബീഹാറിലേതുപോലെ, മഹാരാഷ്ട്രയിലേതുപോലെ, അതല്ലെങ്കിൽ ഹരിയാനയിലേതുപോലെ അട്ടിമറിയിലൂടെ വീണ്ടും ഭരണം പിടിച്ചെടുക്കാം, ഭരണത്തിന്റെ തുടർച്ച ഉണ്ടാകും എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് ഹിമന്ത് ബിശ്വ ശർമ്മ. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും എല്ലാം അവരുടെ കയ്യിലാണ്. അവർ വിചാരിച്ചാൽ എല്ലാ രീതിയിലും ക്രമസമാധാന നില തകരും, അസാമിൽ BJP തൂത്തുവാരും എന്ന പ്രഖ്യാപനവുമായി വരികയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രീതിയിൽ ഈ സംവിധാനത്തിൽ പേപ്പർ ബാലറ്റ് സിസ്റ്റം അല്ലാതെ EVM നടപടിയിലൂടെ ഇനി തെരഞ്ഞെടുപ്പ് നടന്നാൽ ഈ രാജ്യത്തിന്റെ ഏറ്റവും അപകടകരമാകുന്ന ഫേസിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. കാരണം ഇനി അടുത്ത് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് അസാമാണ്. കോൺഗ്രസിന് ഏറ്റവും മികച്ച പ്രതീക്ഷയുള്ള സംസ്ഥാനം. മറ്റേത് സംസ്ഥാനത്തെക്കാളും വടക്കുകിഴക്കൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ആധിപത്യം ഉള്ള സംസ്ഥാനം അസാമായിരുന്നു. ലോക്സഭയിൽ പോലും അസാമിൽ മികച്ച പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്.